ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 30-ാമത്തെ വാക്യം. ദൈവവചന ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ഉടുക്കുമെന്ന് വിചാരപ്പെടുന്നവരെയും നാളത്തെ ദിവസത്തെക്കുറിച്ച് വിചാരപ്പെടുന്നവരെയും യേശു വിളിച്ചത് അല്പവിശ്വാസികളെ എന്നാണ്. ആകാശത്തിലെ പറവുകളെ പോറ്റിപ്പുലർത്തുന്ന ദൈവം, വയലിലെ താമരയെ ചമയിക്കുന്ന ദൈവം തൻ്റെ മക്കളെയും പുലർത്തുവാൻ വിശ്വസ്തനാണെന്ന് അവിടെ ഓർമ്മിപ്പിക്കുക. തങ്ങളെ പുലർത്തുമെന്ന് വിശ്വസിക്കാതിരിക്കുന്ന അവിശ്വാസ നിമിത്തവും അല്ലെങ്കിൽ അല്പവിശ്വാസ നിമിത്തവുമാണ്. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം നൽകുന്ന ദൈവം ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കുമ്പോൾ തൻ്റെ മക്കളെ ഒരു മുട്ടുമില്ലാതെ നടത്തുവാൻ ശക്തനാണെന്ന് നാം വിശ്വസിക്കണം. ദൈവജനമേ, ചിന്താകുലങ്ങളോട് ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തമാണ് നിങ്ങൾ ചിന്താകുലരായിരിക്കുന്നത്. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. അതുകൊണ്ട് അല്പവിശ്വാസികളാകാതെ യേശു ക്രിസ്തുവിൽ പൂർണ്ണ വിശ്വാസമുള്ളവരാകുക. അങ്ങനെ ആയാൽ ദൈവത്തിൻ്റെ മഹത്വം ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങൾ നമുക്ക് ദർശിപ്പാനിടയാകും. അല്പവിശ്വാസികളെന്ന് യേശു തൻ്റെ കൂടെ 3.5 വർഷക്കാലം നടന്ന ശിഷ്യന്മാരെ സംബോധന ചെയ്യുന്ന സന്ദർഭം നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു. യേശു സകല അധികാരവും അവർക്ക് നൽകിയതാണ്. അവരുടെ കയ്യാൽ അനേക അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട്. എന്നാൽ അവരുടെ അടുക്കൽ കൊണ്ട് ചെന്ന ഒരു ചന്ദ്രരോഗിയെ സൗഖ്യമാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതവരുടെ അല്പവിശ്വാസ നിമിത്തമായിരുന്നു. ചിലർക്ക് വിശ്വാസമുണ്ട്, എന്നാൽ പൂർണ്ണ വിശ്വാസമില്ല. ആ വിശ്വാസത്തിന്റെ പേരാണ് അല്പവിശ്വാസം. യേശു അല്പവിശ്വാസികൾ എന്ന് ശിഷ്യന്മാരെ വിളിക്കുന്ന മറ്റൊരു സന്ദർഭം, യേശുവും ശിഷ്യന്മാരും കൂടെ ഗലീല കടലിലൂടെ പടകിൽ സഞ്ചരിക്കുമ്പോൾ ഓളമുണ്ടായിട്ട് തിരകളാൽ പടക് മുങ്ങുമാറായപ്പോൾ, കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നു, രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് യേശുവിനെ അവർ ഉണർത്തി. യേശു അവരോട് പറഞ്ഞത്, അല്പവിശ്വാസികളെ, നിങ്ങളിങ്ങനെ ഭീരുക്കളാകാൻ സംഗതി എന്ത്? യേശു പടകിൽ ഉണ്ടായിട്ടും അവർ ഭീരുക്കളായി നിലവിളിച്ചത് അവരുടെ അല്പവിശ്വാസ നിമിത്തമായിരുന്നു. പ്രിയരെ, നമ്മുടെ വിശ്വാസം എങ്ങനെയുണ്ട്? പ്രതികൂലങ്ങളിൽ തളർന്നു പോകുന്ന വിശ്വാസമാണോ, അതോ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെ പരിപൂർണമായി വിശ്വസിച്ച് മുന്നേറുന്ന ഒരു വിശ്വാസമാണോ എന്ന് നമ്മൊന്ന് വിചിന്തനം ചെയ്യണം. പരിപൂർണമായി ദൈവത്തിൽ ആശ്രയം വയ്ക്കാം. നമ്മുടെ ജീവിത പടകിൽ കർത്താവുണ്ട്, നമ്മെ നടത്തുവാൻ ശക്തനാണ്. ഏത് ഓളങ്ങളും ഏത് തിരമാലകളും വന്നാലും അവൻ നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ ഓരോ പ്രഭാതത്തിലും യാത്ര ചെയ്യുവാൻ ദൈവം മുൻപാകെ നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ശ്രവിപ്പാൻ ഞങ്ങൾക്ക് തന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾ അല്പവിശ്വാസികളാണോ, അതോ അങ്ങിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുന്നവരാണോ എന്ന് ഒന്ന് ചിന്തിപ്പാൻ ഞങ്ങൾക്ക് തന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. ജീവിതോടകൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പതറിപ്പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ, തിരകളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുന്ന സമയത്തും പതറേണ്ട ആവശ്യമില്ല, ജീവിത പടകിൽ നമ്മുടെ കർത്താവ് ഉണ്ട് എന്ന് ഞങ്ങളെ കേൾപ്പിച്ച കൃപകൾക്കായി സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെ തുടർന്നും ബലപ്പെടുത്തിയാട്ട് കർത്താവേ, മുന്നോട്ടുള്ള യാത്രയിൽ തിരമാലകൾ കണ്ട് പതറിപ്പോകാതെ അങ്ങിൽ മാത്രം നോക്കി മുന്നേറുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിച്ചാട്ട്. ഈ പ്രഭാതം അതിനായിട്ട് ഒരുക്കിയാട്ട്. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. പ്രത്യാശയോടെ നാം ഓട്ടം തികച്ചിടാം. കർത്തനോടൊത്തു നാം നിത്യതയിൽ വാഴും. പ്രത്യാശയോടെ